പഠിച്ചവനെ ഇന്ന് ഞാൻ റബ്ബേ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ പരിസരത്തല്ലേ 40 വയസ്സുള്ള ഒരു സഖാഫി ഉസ്താദ് ദുഹർ നിസ്കരിച്ചതാ സഹോദരാ. ഇന്ന് പഠിച്ചവനെ ഒരു മരണ വാർത്ത എറിഞ്ഞു. അല്ലാഹുവേ ദുഹർ നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവിന്റെ വിളിക്ക് മുമ്പിൽ തലതാഴ്ത്തി യാത്രയായിരിക്കുകയാണ്. റബ്ബേ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഉസ്താദിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ഉസ്താദിന്റെ മരണം അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുമാറാകട്ടെ. മടിക്കേരിയിൽ എങ്ങാണ്ടുള്ള ഒരു ഉസ്താദ് എന്ന് മരണപ്പെട്ടില്ല. മടിക്കേരി ഇവിടെ അടുത്തെങ്ങാണ്ട പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു. അത് ഞാൻ എവിടെ ഒരു വലുതിന് പോയപ്പോൾ ആ ഉസ്താദിനെ ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ആ മരണം ഞാൻ പറയാനുള്ള കാരണം എനിക്ക് എൻ്റെ ജ്യേഷ്ഠനെ ഓർമ്മ വന്നു. ഇതുപോലെയായിരുന്നു എൻ്റെ ജ്യേഷ്ഠന്റെയും മരണം. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. മോളെ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? സബ്ബഹും ഫീ അഹ്ലിഹി വൽമൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ പുറകിൽ നടക്കുകയാണ്. ഏതു നിമിഷം എങ്ങനെയാണ് മരണം നിന്നെ തേടി വരുന്നതെന്നറിയില്ല. മലക്ക് അസ്റായീൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. ആഘോഷവും അടിച്ചുപൊളിയും മോഹങ്ങളും സ്വപ്നങ്ങളുമല്ല ഇടുത്തി വീടുന്നത് പോലെ മരണം തേടി വരികയാണ്. എപ്പോഴാണ് വരുന്നതെന്നറിയില്ലടോ. പ്രായം വേണ്ട, രോഗം വേണ്ട, മുടി നരയ്ക്കണ്ട. ക്യാൻസറും ട്യൂമറും വന്നവര് മാത്രമല്ല മരിക്കുന്നത്. തന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. തന്റെ ഭർത്താവ് മലക്കുകളോട് സലാം പറയുന്നു. അല്ലാഹുവേ ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം അസ്റായിൽ വന്നിരിക്കുന്നു. അസ്റായിൽ റൂഹ് പിടിക്കാൻ വന്നിരിക്കുന്നു. തന്റെ ഭർത്താവ് സലാം പറഞ്ഞു സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ ഫാത്തിമ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. എങ്ങനെയാണ് തന്റെ ഭർത്താവ് മരിക്കുന്നത്? എങ്ങനെയാണ് തന്റെ ഭർത്താവ് മരിക്കുന്നത്? ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ ഖുർആൻ ഓതുന്നു ചെറുപ്പക്കാരാ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കണ്ണിന്റെ മുമ്പിൽ ഇറങ്ങി വന്നപ്പോ ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. വാപ്പമാരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. നിസ്കാരപ്പായിലിരുന്നല്ല, മഗ്രിബ് കഴിഞ്ഞല്ല. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുന്നു. ഏതായത്താ ഓതിയതെന്നറിയോ? സാധാരണ ആയത്തല്ല, സാധാരണ ആയത്തല്ല. തന്റെ ഭാര്യ വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ആ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് എന്തെന്നറിയോ? ഏതായത്താ ഓതിയതെന്നറിയോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ കുറിച്ച് പറയുന്ന ആയത്തവിടുന്ന് പാരായണം ചെയ്യുകയാണ്. വാതിലിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ മരണം കാണുന്ന ഭാര്യ, ആ കരയുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞത് എന്തെന്നറിയോ? ഫാത്തിമ, നല്ല
മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. ഉസ്താദേ നല്ല മരണം കിട്ടാ ദുആ ചെയ്യട് എന്ന് പറയുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, ഓസിന് കിട്ടൂല നല്ല മരണം, അത് വെറുതെ കിട്ടുന്നതല്ല. വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വിളിച്ചു പറഞ്ഞു, ഫാത്തിമ നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. അതാർക്കാ അല്ലാഹ് കൊടുക്കുന്നതെന്നറിയോ? അതാർക്കാ അല്ലാഹ് കൊടുക്കുന്നതെന്നറിയുവോ? വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന ഖുർആൻ പറഞ്ഞ ആയത്തോതുകയാണ്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ, അസ്ഹദു അല്ലാ, അതാ തന്റെ മുഖത്തേക്ക് തുണിയെടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അനങ്ങുന്നില്ല ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അനക്കമില്ല. ഭാര്യ വാതിൽ തുറന്ന് ഓടുകയാ, വാതിൽ തുറന്ന് ഓടുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധമാണ്. റബ്ബേ, ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങും മാറ്റുമ്പോ ഫാത്തിമ പോലും ചോദിക്കുന്നു, എന്തൊരു വെളിച്ചമാ അല്ലാഹ്, എന്തൊരു പ്രകാശമാ അല്ലാഹ്, എന്തൊരു പുഞ്ചിരിയാ അല്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മുഖം കണ്ടപ്പോ ഫാത്തിമ പോലും അവിടെ നിന്ന് പറഞ്ഞ വാക്കാടോ നാട് മുഴുവനും അറിയുകയാണ്, നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവര് മുഴുവനും പറയുന്നു, എന്തൊരു മരണമാണ് റബ്ബേ, ഉറങ്ങുകയാണ് റബ്ബേ. അവിടുന്ന് ജനാസ കുളിപ്പിക്കുകയാണ്, അവിടുന്ന് കഫം പൊതിഞ്ഞു, അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. എല്ലാവരും കൂടെ ജനാസ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ ഖബറടക്കി. എല്ലാവരും പടച്ചവര്, സാധാരണ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് ഖബറടക്കാൻ വന്നവര് പോകുന്നില്ല, അവര് കബറടക്കി കിടന്നിട്ട് പോകുന്നില്ല. എല്ലാവരും കൂടി നിൽക്കുകയാണ്. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനൂതി, ഷഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാണ്. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും നിസ്കരിച്ചവരും മയ്യത്ത് ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുകയാണ്, വല്ലാത്ത സുഗന്ധമാണെന്ന്. എങ്ങനെയാണ് റബ്ബേ, എങ്ങനെയാണ് റബ്ബേ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു മരണം കിട്ടാറ്? എന്ത് നന്മ ചെയ്തിട്ടാണ് പടച്ചവര്? എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാരോ പറഞ്ഞു, വീട്ടിൽ ചെന്ന് ചോദിക്കാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൂടെ കടന്നവളോട് ചോദിക്കാ. അങ്ങനെ എല്ലാവരും കൂടെ മരിച്ച വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അല്ലാഹുവേ, അവിടുന്ന് ചോദിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ, ഇരിക്കുകയാണെന്നറിയാ. ഫാത്തിമ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ, ഈ നാട് മുഴുവനും നിന്റെ ഭർത്താവിന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചിട്ട് വന്നതാണ്. ഒരേ ഒരു കാര്യമറിയാൻ, ഒരേ ഒരു കാര്യമറിയാൻ, നിങ്ങൾക്കറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എങ്ങനെയാ ഫാത്തിമ ഇത്രയും നല്ല ഒരു മരണം കിട്ടിയത്? എങ്ങനെയാ ഫാത്തിമ? ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? ഞങ്ങൾക്കും അതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഒരു നാട് മുഴുവനും ഒരു മനുഷ്യന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുമ്പോ ഇരിക്കുന്ന ഫാത്തിമ മറഞ്ഞു നിന്നുകൊണ്ട് പറയുകയാ, എന്റെ
ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണ് പറഞ്ഞതെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ നിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പഠിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് നിസ്കാരം മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യ പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. അവിടെന്ന് പറയുകയാ, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തില് അല്ലാഹനെ ഇതുപോലെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് വല്ലാഹി സത്യം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് അല്ലാഹനെ പേടിയാ, അത്രത്തോളം അല്ലാഹനെ പേടിയാ. എത്രത്തോളം എന്ന് വെച്ചാ, ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തിരുന്ന് തമാശ പറയുകയാ. അവര് രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ വായിൽ നിന്ന് അല്ലാ എന്ന് പറയുകയാ. ഫാത്തിമയുടെ വായിൽ നിന്ന് അല്ലാ എന്ന് പറഞ്ഞു. അല്ലാഹുടെ പേര് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൈകാല് വിറച്ചു. ചെറുപ്പക്കാരാ, കരയാൻ തുടങ്ങി മോനെ, കരയാൻ തുടങ്ങി മോനെ. വെളുപ്പാങ്കാലം വരെ സുബഹി വരെ അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇരുന്ന് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടില്ല, നല്ല മരണം വെറുതെ കിട്ടില്ല. അത് പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ്. അതുകൊണ്ട് എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. റജബുൻ ശഹറുല്ലാഹ് വശഅബാനു ശഹ്രീ. അല്ലാഹുവിന്റെ മാസം വിട പറയുകയാ. റജബ് മാസം വിട പറയുന്നടോ. ശഅബാൻ വരികയാണ്. അല്ലാഹുവിന്റെ മാസമായ റജബ് എന്ന് പറയുന്ന മാസം നമ്മളോട് വിട പറഞ്ഞിട്ട് മുത്തുനബിയുടെ മാസമായ ശഅബാൻ കടന്നു വരികയാണ്. നബി തങ്ങൾ പറഞ്ഞടോ, ശഅബാൻ മാസത്തെ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാ, ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ് ശഅബാൻ. മറക്കല്ലേ മുസ്ലിമേ. നിബിധങ്ങളുടെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് ശഅബാൻ. അധികമായിട്ട് സ്വലാത്ത് പറയട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വ സല്ലിമൂ തസ്ലീമാ. മുത്തുനബിയുടെ മേലെ സ്വലാത്ത് പറയട്. ഒരുപാട് നന്മകൾ ചെയ്യട്. അല്ലാഹുവിലേക്ക് അടുക്കട്. മനസ്സും ശരീരവും ശുദ്ധമാക്കട്. റമളാൻ എന്ന് പറയുന്ന പുണ്യമായ മാസത്തെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കി തയ്യാറെടുക്കേണ്ട സമയമാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാധാരണ മാസങ്ങളെ പോലെ ഇനിയുള്ള മാസങ്ങളെ കാണരുത്. ഇത് പ്രത്യേകതയുള്ള മാസമാണ്. പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തട്. പാപം ചെയ്യുമ്പോ വളരെ സൂക്ഷ്മത പുലർത്തട്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പറയുന്ന മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? അവിടുന്ന് പടച്ചവനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത
വല്ലാത്ത പേടിയായിരുന്നടോ. പടച്ചവനെ പേടിച്ചാ ജീവിച്ചത്. അല്ലാഹുവേ നിന്നെ ഭയന്നു ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ല. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് പാപമല്ല. ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നത് പാപമല്ല. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്, ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചരിക്കരുതെന്നല്ല, ആ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്നത് പോലും ചെയ്യല്ലേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് തെറ്റു ചെയ്യാൻ അവസരം വല്ലാത്ത കൂടുതലാണ്. ഈ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങളാകട്ടെ, ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ മോഹമെന്താ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്? അല്ലാഹുവേ, എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നിസ്കരിക്കുന്നവനൊരു സ്വർഗം, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗം, സദഖ കൊടുക്കുന്നവനൊരു സ്വർഗം, ഹജ്ജ് ചെയ്യുന്നവന് ഒരു സ്വർഗം. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിളുണ്ടല്ലോ, അവനൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും അല്ലാഹു പറഞ്ഞത് ഒരു സ്വർഗമുണ്ടെന്ന, എല്ലാവർക്കും ഒരു സ്വർഗമേ ഉള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ഹജ്ജ് ചെയ്തവന് രണ്ട് സ്വർഗമില്ല, നോമ്പ് പിടിച്ചവന് രണ്ട് സ്വർഗമില്ല, ഖുർആൻ പഠിച്ചവന് രണ്ട് സ്വർഗമില്ല, പള്ളി കെട്ടി കൊടുത്തവന് രണ്ട് സ്വർഗമില്ല. പിന്നെ ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? തെറ്റു ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോ ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ അണിഞ്ഞൊരുങ്ങിയിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരി അണിഞ്ഞൊരുങ്ങിയിട്ട് മണിയറയ്ക്കകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട് വാതിലടച്ചിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കിടത്തിയിട്ട് സുലൈഖ പറഞ്ഞു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രണയമാ, നിന്നോട് വല്ലാത്ത സ്നേഹമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു താടാ. ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. ഇത് കൊട്ടാരത്തിന്റെ ഏറ്റവും സേഫായ റൂമാ. ഇതിനകത്ത് കിടന്ന് എന്തു ചെയ്താലും ആരും അറിയില്ലെന്ന് പറഞ്ഞ് സുന്ദരിയായ സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്താ? സുലൈഖ ഖാല മആദല്ലാഹ്, എനിക്ക് പേടിയാ സുലൈഖ, എനിക്ക് പേടിയാ സുലൈഖ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ്. തെറ്റു ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോ, അതിൽ നിന്ന് പിന്മാറിയപ്പോൾ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ യുവതലമുറയോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അവളോട് പറയണം, ഇത് പാപമാണ്, ഇത് വ്യഭിചാരമാണ്, ഇത് ഹറാമാണ്, അല്ലാഹുവേ ഇത് വൻപാപമാണ്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? രണ്ട് സ്വർഗമാ ചെറുപ്പക്കാരാ, രണ്ട് സ്വർഗമാ അല്ലാഹു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഉമർ തങ്ങളുടെ കാലഘട്ടത്തില് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണ് ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണമെന്നറിയോ? അല്ലാഹുവേ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യാന സ്വലാ ഹയ്യാലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വീടിന്റെ അകത്തല്ല, കടത്തിണ്ണയിലല്ല, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ 1-ാമത്തെ സഫില് എല്ലാ വക്കത്തിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. സ്ഥിരമായി പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരനായത് കാരണം വഴുന്ന വഴിയിൽ ഒരു പെണ്ണിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഒരു പെണ്ണിന് വല്ലാത്ത പ്രണയമായിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് സഹകരിക്കുന്നില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് പോകുമ്പോ, ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ഈ സുന്ദരിയായ പെണ്ണ് ഓടിച്ചെന്നിട്ട് അവിടെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നിന്നോട് വല്ലാത്ത പ്രണയമാണ്, വല്ലാത്ത സ്നേഹമാണ്, ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു ചാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണപടന്ന് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കന്തടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. അല്ലാഹുവേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ, ഇത് പാപമാണല്ലോ അല്ലാ, പടച്ചവനെ മോശമായ മരണമാകുമല്ലോ അല്ലാ. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, തെറ്റുകൾ ഇന്ന് ചെയ്യാൻ അവസരം കൂടുതലാണ്. കള്ള് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ചെറുപ്പക്കാരാ, കഞ്ചാവ് വേണോ, MDM വേണോ, എന്നാ നിനക്കൊരു പെണ്ണിനെ വേണോ, എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലമാണ്. ഈ കാലത്തിലാണ് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടത്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ, ഈമാനുള്ള മരണം നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴാണ് എവിടെ വെച്ച് എന്തും സംഭവിക്കും സഹോദരാ, ആ ഓർമ്മയോടുകൂടി വേണം നമ്മൾ നടക്കാൻ. എന്റെ യുവതലമുറയോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് വിദ്യാർത്ഥികൾ അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ, കറങ്ങി നടക്കേണ്ട പ്രായമല്ലേ. ഈ മക്കൾ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാഹുവേ, ഈ മക്കളെ സഹായിക്കുന്നവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുതാണോ വലുതാണോ എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കണോ. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ലേ? അപ്പ സ്റ്റേജിൽ ഇരിക്കുന്ന ആരെയും കൊണ്ടുപോകുന്നില്ലേ? ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഉള്ളതെന്താണോ? അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ഈ മുതഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ, ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകളെ കാത്തു നിൽക്കുകയാണ്. ഈ മുതഅല്ലിമീങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ കൊടുത്ത ആ തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഉള്ളതിൽ പങ്ക് കൊടുത്തു പടച്ചവന്, നീ കൊടുത്തതിൽ നിന്നൊരൽപ്പം കൊടുത്തു പടച്ചവര്, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മലക്കുകളാ ദുആ ചെയ്യുന്നത്, സയ്യിദന്മാരല്ല, അതാ ഔലിയാക്കന്മാരല്ല, ആലിമീങ്ങളല്ല, പ്രവാചകന്മാരല്ല,
മാത്രമല്ല ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന മലക്കുകൾ തലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നിനക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. കയ്യിൽ പൈസ വെച്ചിട്ട് ഉറങ്ങല്ലേ ചെറുപ്പക്കാരാ, കണ്ടില്ലെന്ന് നടിക്കല്ലേ വാപ്പാ. മലക്ക് പടച്ചവനോട് പറയുന്നു, അല്ലാ ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, എതിരായി പോകുമടോ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞല്ലോ, പലരും പറയാറുണ്ട് ഉസ്താദേ ഏത് മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. പലരും പറയാറുണ്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല. രോഗം മാറാനുള്ള വഴി എന്താ? നിന്റെ രോഗം മാറാനുള്ള വഴി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.